സൂപ്പർ ആയിട്ടുണ്ട്. ഷുട്ടുമണി എന്താ ഇവിടെ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലിംസ് ഓഫ് സെഫാനിയ. അപ്പോൾ നമ്മൾ ഈ രാവിലെ, അതായത് നമ്മൾ നേരം വെളുക്കണോ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ വെളുപ്പിന് എങ്ങോട്ട് പോണേണ്? അപ്പോൾ ഗായ്സ്, ഞങ്ങൾ നമ്മുടെ ഗ്ലോ സലൂണിൽ നിന്ന് സ്റ്റാഫിനായിട്ട് ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫ്സിനെയൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് പോയി ഓരോരുത്തരെ പിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവരെല്ലാവരെയും കാണാം. ആദ്യം കണ്ടക്കടവിലോട്ടാണ് പോണത്. നമുക്ക് 2 പേരെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. അതായത് ഒരാൾ എഴുപുന്നേന്നും ഒരാൾ ചെല്ലാനത്തു നിന്നുമാണ് വരുന്നത്. അപ്പോൾ അവർ 2 പേരും നമ്മൾ കണ്ടക്കടവിൽ നിന്ന്, അയ്യോ ഭയങ്കര വലുതായിട്ടിരിക്കും, ഓക്കെ. അപ്പോൾ അവർ 2 പേരെയും നമ്മൾ അവിടെ പോയി പിക്ക് ചെയ്യും. ഈ ട്രിപ്പിൽ നമ്മളുടെ എല്ലാ സ്റ്റാഫ്സും ഇല്ല, കാരണം പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടിട്ട് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. എവിടെ അപ്പം നമ്മൾ എല്ലാ ആൾക്കാരൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ അവരെ പിക്ക് ചെയ്യട്ടെ. ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇനി ലേറ്റ് ആകും, അരമണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ സൗണ്ടൊക്കെ മാറി അരമണിക്കൂറാ എന്നൊക്കെ പറഞ്ഞു. വെറുതെ ഒരു പറ്റിക്കാൻ അല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വ്ളോഗ അവിടെ, അയ്യോ നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ ഇരുട്ടത്ത്. അവിടെ ലൈറ്റ് ഉണ്ട്. ഓക്കെ ബൈ. എവിടെ കാണട്ടെ? ഹലോ ഗൈസ്, ഹലോ പറ. ഹലോ ഗൈസ്. ആ ഓക്കെ. സീറ്റ് ബെൽറ്റ് 2 അടി അനക്കൂല. ഇതെന്താ ഭയങ്കര മിസ്റ്റ് ഗ്ലാസ്സിൽ. ഓക്കെ, ഇനി അടുത്ത ആൾക്കാരെ പിക്ക് ചെയ്യാം. അതെ, ഇനിയുള്ള ആളാണ് ടാസ്ക്, നമ്മുടെ സ്വന്തം അമ്മ. ആരാടാ ഇത്? അതെ, നമുക്ക് പോവാ. ആ നന്നായിട്ടുണ്ട്. ഹലോ അനു. എന്താ സ്ഥലമില്ലേ? അനു മരുന്നൊക്കെ കഴിച്ചോ? അപ്പൊ ഓക്കെ, ഇനി നമുക്ക് പോവാം. ഇനി ആരും വിളിക്കാനൊന്നും ഇല്ലല്ലോ. ഓക്കെ, എല്ലാരും ആയി. എന്താ ഇരുന്നില്ലേ? ഓക്കെ, ഇപ്പൊ നമ്മള് എടപ്പള്ളി എത്തി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളിപ്പോ ഈ ടോൾ തട്ടുകടയിലാണ് കയറിയേക്കണം. എടപ്പള്ളി പള്ളിയൊക്കെ കഴിയുമ്പോൾ ഉള്ള. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി സീറ്റിലേക്ക് ഇരുന്ന്, അത്യാവശ്യം നല്ലൊരു കടയാണ്. നമ്മള് ഇഡ്ഡലിയും പുട്ടൊക്കെ പറഞ്ഞു. 4 ഇഡ്ഡലി കഴിക്ക് ജോസ് കഴി. അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നത് തന്നെയാണ്. എന്താ നിങ്ങൾ സമീറക്കില്ല ഫുഡ്? വെള്ളമൊക്കെ കൊള്ളാല. ചൂടുണ്ടോ? ആ ചൂടുണ്ട്. പുട്ടും കടലക്കറി. കാണാനെല്ലാം ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലി സാമ്പാർ ചട്നി, പുട്ട് കടല, പുട്ട് മുട്ടക്കറി. നമുക്ക് ടോട്ടല് അതും കൂടെ കൂട്ടി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ
അതെ, പൊറോട്ടയും ബീഫും കഴിക്കാനായിരുന്നു ആഗ്രഹം. ഞങ്ങൾ കഴിക്കണവരെ സാധനം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ സാധനം റെഡിയായി. ഇപ്പം ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മളുടെ ഫുഡ് കഴിച്ച ലൊക്കേഷൻ വരുന്നത് ടോൾ തട്ടുകട ലുലു മോളൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. അടുത്തത് ഇതെങ്ങോടെ? ആ കടയുടെ തൊട്ടരികത്ത് തന്നെ ഇതുപോലെ ഒരു ചിപ്സൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെയും കൂടെ കയറി നോക്കാം. ചിപ്സ് തന്നെ പല വെറൈറ്റി. മഞ്ഞയുണ്ട്, ചുവപ്പ്, പല ടൈപ്പ്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് മഞ്ഞ തന്നെ. എപ്പോഴും മഞ്ഞയാണ് ഫേവറേറ്റ്. എന്താ ബീട്രൂട്ടാ? അതെ അതെ. കോഴിക്കോടൻ ഹൽവാസ്. ഹായ് ഗായ്സ്. ഹെൽത്തി ഹൽവ വെറൈറ്റി ആയിട്ടുള്ള കുനാഫ ഹൽവ, പൈനാപ്പിൾ ഹൽവ, മാംഗോ ഹൽവ, റോയൽ സീഡ് ഹൽവ, വീറ്റ് ഡ്രൈ ഫ്രൂട്ട് ഹൽവ, പീനട്ട് ഹൽവ, റഫേലോ ഹൽവ. വെറൈറ്റി ആണല്ലോ മൊത്തം. ടെൻഡർ കോക്കനട്ട്, പാൽക്കോവ ഹൽവ. അതൊക്കെ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഓക്കെ, എവിടെ ആൾക്കാരെ കാണില്ലല്ലോ. അതിൻ്റെ അകത്തും ഉണ്ടോ? അവിടെ ഇരുന്നോട്ടെ. ഐഫോണാ? വേണ്ട. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് സാധനമാണത് സത്യത്തിൽ? ഓക്കെ, ഫോട്ടോ അല്ല വീഡിയോ ആണ്. താങ്ക് യു. എൻ്റെ കെട്ടിയവൻ നല്ലവനാണ്. ഫോട്ടോ എടുക്കാം. അതെന്ത് സാധനമാണ്? ഇത് കുനാഫ. കുനാഫ ഇത് വാലന്റൈൻസ് ഡേക്ക് ഇറക്കിയതാണ്. കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ്. കൊള്ളാം, പറ്റിക്കാം. ഇങ്ങനത്തെ ഇത് ഞാൻ കണ്ടെന്ന് തോന്നുന്നു പ്രാങ്ക് വീഡിയോയിൽ എന്തോ. ഓക്കെ, നൈസ്. ഇത് വേറെ എന്തോ ഇതും ഞാൻ കണ്ടായിരുന്നു കേട്ടോ വാലന്റൈൻസ് ഡേയുടെ സമയത്ത്. പുതിയ ഇറക്കിയ സാധനങ്ങളാണ്. അതിൻ്റെ തന്നെ മിനി വേർഷൻസ്. ഹാമ്പേഴ്സ്, ചോക്ലേറ്റ് ഹാമ്പേഴ്സ്. പിടി പോലെ. അയ്യോ, നമ്മുടെ ആൾക്കാരെവിടെ? പുറത്ത് നിൽക്കണം. ഗൈസ്, അത് വല്ലപ്പോഴും വീഡിയോ ഇടുന്ന ചാനല. നിങ്ങൾക്ക് എല്ലാവർക്കും ഐഫോൺ വാങ്ങിച്ചു തരട്ടെ ഞാൻ. കുനാഫ എന്നാ എല്ലാവരും ഓരോ 7 ആർക്കും സങ്കടം വേണ്ട. അതെ, എല്ലാവർക്കും ഐഫോൺ നൽകി. ഗ്ലോ സലൂൺ ഓണേഴ്സ്.
എന്താ ആൽഫബറ്റ് എന്താ തപ്പിയ എന്താ കിട്ടിയ ഓ നമ്മള് ചിപ്സും വാങ്ങി, പിന്നെ കപ്പലണ്ടി, ബീട്രൂട്ട് മുറുക്ക്, പിന്നെ ABCD ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി. ആ പൂട്ടി വെക്കട്ടെ. ആ നന്മയുള്ള ലോകമേ. പോവാം കഴിഞ്ഞല്ലേ. പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. ബാബാ കേറിക്കോ കേറിക്കോ. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ചിപ്സ് ഒക്കെ വാങ്ങിച്ച കടയുടെ പേരെന്താ? ചിപ്സ് പാർക്ക്. ഓക്കെ, ഇതും നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. കമോൺ കമോൺ കമോൺ. ക്വസ്റ്റ്യൻ ചോദിക്ക്. ഒരു മിനിറ്റ് മല കയറിനിരുന്നു. എന്നിട്ട് മല കയറി പകുതി ആയപ്പോ ആന വീണ്. എന്നിട്ട് ഉറുമ്പ് ആനേന ഉറുമ്പിന്റെ മുതുകത്ത് അവിടെ എത്തിച്ച്. എങ്ങനെ? ഉറുമ്പ് ആനേനെ ചുമന്നോണ്ട് കേറി. എങ്ങനെ? ആൻസർ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതങ്ങനെ അല്ല, നമ്മുടെ വലിയ ആന. നിങ്ങൾ കുറച്ച് താഴ്ന്ന് ചിന്തിക്കും. നിങ്ങൾ ഇത്ര ബുദ്ധിപരമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, അത് ഉറുമ്പിന്റെ സ്വപ്നമായിരുന്നു. അതെല്ലാം നിങ്ങൾ താഴ്ന്ന് ചിന്തിക്കും, താഴ്ന്ന് ചിന്തിക്കുന്നു. അതാനല്ലേ ഞാൻ പറഞ്ഞ ശരിയാ. പക്ഷെ ഇത് മറ്റേ നമ്മുടെ വലിയ ആന. കണ്ടിട്ടുണ്ടോ കുഴിയാന? പെട്ടുപോയി. എന്തേലും തോക്കാം. ഒരാള് മരുഭൂമിയില് പെട്ടുപോയി. അപ്പ പുള്ളിക്ക് ഞാൻ ഓർക്കട്ടെ. എന്നിട്ട് മരുഭൂമിയിലെ കൊറേ കഥയുണ്ട്. അതില് 2 ഓർക്കുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ മര്യാദ കിട്ടണില്ല. ആൻസർ അറിയാം. ആൻസർ അറിയാം. ആൻസർ അറിയാം ക്വസ്റ്റ്യൻ പറയാം. ഒരാള് മരുഭൂമിയില് പെട്ടുപോയി. അയാളുടെ അടുത്തൊരു തെങ്ങ് മാത്രമേ ഉള്ളു. പുള്ളിക്ക് അവിടെ ജീവിക്കണം. എന്ത് ചെയ്യും പുള്ളി? തെങ്ങൂട്ടി ജീവിക്കും. അല്ല, ഒരു തെങ്ങ് മാത്രമേ ഉള്ളു. തെങ്ങ് ഞാൻ പറയാം, തെങ്ങില് തേങ്ങ മുറിക്കും. അതിന് 2 മുറി വാടക കൊടുത്തിട്ട് മരുഭൂമിയിൽ അങ്ങനെ തെങ്ങുണ്ടാവും. അവിടെ തെങ്ങുള്ള മരുഭൂമിയാ. മരുഭൂമി തെങ്ങുണ്ട്. 2 മുറി വാടക കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞു. തെങ്ങ് മുറിക്കൂല. തെങ്ങല്ല, തേങ്ങ. എന്നിട്ട് ആ വാടക വെച്ച് ജീവിക്കും. അതാ ഞാൻ പറയാം, മരുഭൂമിയിൽ എങ്ങനെ ഈ തെങ്ങ് വന്ന്? നമ്മള് തെങ്ങ് വെച്ചവിടെ. ചേച്ചി സ്വപ്നത്തിലങ്ങനെ പലതും വരും. സ്വപ്നത്തിലങ്ങനെ പലതും വരുമല്ല, വരാല്ലോ അല്ലേ? എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും. ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കൊറേ അല്ലേ? ഇങ്ങനത്തെ കൊറേ ഉണ്ടായിരുന്നു. മരുഭൂമി ഇനിയുണ്ട്. അതെ അതെ ആട് ജീവിതത്തിന്റെ തൃശ്ശൂര് വരെ ബ്ലോക്ക് 1947 ജനിച്ച് 1947 തന്നെ മരിച്ച്. എങ്ങനെ? അല്ല, എത്ര വയസ്സപ്പ? എത്ര വയസ്സുണ്ടാവുന്നോ? 0. അല്ല, അങ്ങനല്ല. അയ്യോ, ഇത് കട്ടി. എങ്ങനെയാണെന്നാണ്? ഒന്നും കൂടി
ഒരു കുട്ടി 1947 ജനിച്ച് 1947 തന്നെ മരിച്ചു. എങ്ങനെ ഇൻഫന്റത്തായിരിക്കും. ഞാൻ പറയട്ടെ, കുട്ടി ജനിച്ച റൂം നമ്പറും മരിച്ച റൂം നമ്പറും 1947 ആയിരുന്നു. ആർക്കും മനസ്സിലായില്ല. ഏജ് ഉണ്ട്, ഏജ് വന്നിട്ടുണ്ട്, പക്ഷെ മനസ്സിലായ ഇത് കട്ടിയാണ് കേട്ടോ. പോ. ഇല്ല കട്ടിങ് ഒന്നും ഇല്ല. മതി മതി. ഏജ് 1947 എന്ന് പറഞ്ഞാൽ ആ റൂമിൽ തന്നെ പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടല്ലേ പോണ്ടത്? ക്രിസ്റ്റൽ കിച്ചൺ. അതിരമ്പള്ളി ചെക്ക് പോസ്റ്റ് അല്ല, ഇത് ഏഴാറ്റുമുഖം അല്ലേ? ഏഴാറ്റുമുഖത്തിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ്. ഇത് കൊക്കോയല്ലേ സപ്പാനി നിക്കണം, ഏതാണ് നിക്കണത് എവിടെ? ഈ മരം അയ്യോ, അവിടെയാണോ? ഇവരുടെ ആ യെസ്, അത് കൊക്കോയാണ്. കൊക്കോയാണ് അല്ലെങ്കിൽ മറ്റേ കാപ്പിയാണോ? കൊക്കോ ഇല്ലേ? കാപ്പിയാണോ? കാപ്പിയുടെ ലീഫ് ഇങ്ങനെ തന്നെ. അമ്മ തീരുമാനിക്കേ. അല്ല, ലീഫ് ഞാൻ കണ്ടത് ഇങ്ങനെ തന്നെയാണ്, കൊക്കോയും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ ബൈ. CC എല്ലാം ഒരേ ലീഫാണ്. ഒറിജിനൽ കാട്ട് തന്നെ വേണം. വേണ്ട. 700 rupees. നമുക്കിപ്പോ ഈ പ്രാവശ്യം ഇഞ്ചം കൊണ്ട് സുത്തം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. വയനാട് ആ വയനാട്ടിൽ അല്ല, ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ സെയിലുണ്ട്. അല്ലേ? ആ നമുക്ക് 6 ഏഴാറ്റുമുഖത്തോട്ട് പോണ വഴി ഇതേ ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകണുണ്ട്. എനിക്കൊന്നും ഇന്നലെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെ പോകാം എന്ന് വിചാരിക്കുന്നു. വെള്ളം കാണാൻ പാടില്ല ഈ ചെക്കന് അല്ലേ? നല്ല ക്ലിയർ. എന്താണ് നോക്കിക്കണ? ഡിക്കി തുറക്കണമെങ്കിൽ ഇവിടെ ഓപ്പൺ ആക്കണം ഗായ്സ്. ഓപ്പൺ ആയി കിടക്കണം. അപ്പൊ ആ സമയം പൂട്ടിയിട്ടില്ല. എടുത്തിട്ടുണ്ടോ ചെരുപ്പ് സെപ്പറേറ്റ്? അനുവെടുത്തില്ല. നന്നായി. ആ ഇതുണ്ടല്ലോ, ക്രോക്സ് അല്ലേ? ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുന്നു ടു ഏഴാറ്റുമുഖം. ഇതൊക്കെ മറിച്ചിട്ടേക്കണുണ്ട്. ഇതാ അല്ല, ഇവിടത്തെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ പകുതിക്ക് വെച്ച് മുറിച്ച് റോട്ടിലോട്ടിടുവോ? ഇല്ല, ഇവിടെ ആന ഉള്ളതാണ്, ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ മഴ പെയ്തേ ചിലപ്പോ പുറത്തേക്ക് അധികം ഇറങ്ങൂല. ഉള്ളിലോട്ട് പോകും, കാടിന്റെ ഉള്ളിലോട്ട്. ആന കാടിന്റെ ഉള്ളിലോട്ട് പോകുന്നേ മഴ വന്നാ. ആ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് നാട്ടിലോട്ടൊക്കെ വരും. വെള്ളം കുടിക്കാൻ വരും. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. നമ്മുടെ നമുക്ക് അതിൽ കയറണം കേട്ടോ. ഹലോ 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 പറഞ്ഞു. അതെവിടെ? ടിക്കറ്റ് എന്താണ് ക്ലിന്റ്? എന്താ ജോബു? എൻട്രി ഫീസ് അഡൽട്ട് 20 rupees. ഏഴാറ്റുമുഖം എൻട്രി ഫീ എടുത്ത് കാറ് പാർക്ക് ചെയ്തു. അപ്പോഴേക്കും പിള്ളേർ ഊഞ്ഞാല് കണ്ടിട്ട് ഇപ്പോഴും ചെറിയ പിള്ളേരാണെന്നാണ് വിചാരം. അയ്യോ, പൊട്ടി അങ്ങോട്ട് വീണയില്ലേ, ഊരുണ്ട് താഴേക്ക് പോകും. കുറച്ചേരം ഇങ്ങോട്ട് ഇരുന്നാടി, ഇനി അങ്ങോട്ട് ഇരുന്നാടുന്നത്.
കുറച്ചേരം ഇങ്ങോട്ട് തിരിഞ്ഞാടി, ഇനി അങ്ങോട്ട് തിരിഞ്ഞാടണേ. ആ അവിടെ എത്തുമ്പോ കാലെത്തണില്ല. ഇനി എങ്ങനെ നിങ്ങൾ നിർത്താൻ പോണത്? ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് ഓട്. ഇതെങ്ങനെ നിർത്താൻ പോണത്? ഒന്ന് നിർത്തിക്ക കാണട്ടെ. ആ നിന്ന് 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 നിന്ന്. അതെ ഞാനും ആട്. ആ അതെ ഇവിടെ ഉറുമ്പുണ്ട് ഈ സൈഡിൽ കൂടെ. കാക്കുറുമ്പ്. അതെ എന്നാല് ഈ ചക്ക വളർന്ന് വലുതാകുമ്പോ ആരുടെങ്കിലും തല വീഴാൻ വേണ്ടി റെഡി ആയി നിക്കണെന്നാണ്. കറക്റ്റ് നടുക്ക്, കറക്റ്റ് നടുക്ക്. ഞാൻ ആടിയാലെങ്ങനെ വേണ്ട പൊട്ടു. ഓ ഇവിടെ ഏഴച്ചുമുഖം ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്. എന്ത് തൂക്കുപാലത്തിൽ കയറാൻ കമോൺ ഗായ്സ്. നട്ടുച്ച വെയിലത്ത് ഈ പിള്ളേരെന്ത് ഡിസ്കഷനാണ്. ഹേ ഗായ്സ്, നിങ്ങളെന്താണ് ഈ വെയിലത്തിരുന്ന് ഡിസ്കഷൻ നടത്തുന്നത്? ചെറിയ വെയില, 10 മണി പോലും ആയിട്ടില്ല, എന്നിട്ടാണ് ഈ വെയില്. ഇത് വെള്ളം കൂടുമ്പോ ഈ സാധനത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നേ. ആ കാണൂല. ആട്ടിക്കോ. ആ ആട്ടോണ്ട് ആട്ടോണ്ട്. ഏത് ഇത്? ഇതാ മാവാ? പൂപ്പല? മഹാകെണിയാ. ഇത് മാവല്ല എന്തായാലും. മാവല്ല, അല്ല മാവല്ല, മാവല്ല. ഇത് മാവല്ല. ദേ ആ ഇല നോക്കി. അയ്യോ അതല്ല, അത് പിടിച്ചു വെച്ചേക്കണ. ദേ ഈ ഇല, ഉണങ്ങിയ ഇല നോക്ക്. ആ ഉണങ്ങിയ ഇല നോക്കിക്കേ. ആ ആ അതെ അതെ, അതേതോ വള്ളിച്ചെടിയാ. അതെ. ഏഴാറ്റുമുഖത്ത് വന്നു. ഇവിടെ വെള്ളം നല്ല കുറവായിരുന്നു. തവണ വെള്ളത്തിലൊന്നും കളിച്ചില്ല. ജസ്റ്റ് പാലത്തിൽ കയറി. ഇനി നമുക്ക് സ്നോ സ്റ്റോം പോവാം. അങ്ങനെ നമ്മൾ സ്നോ സ്റ്റോം എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ട്. 7 അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു. അകത്ത് പോവാം. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തതാണെങ്കിൽ അവിടെ ചെന്നത് നമുക്കൊരു ബില്ലാണ് അവർ ഓൺലൈനിൽ അയച്ചു തന്നത്. അപ്പോൾ അതവിടെ പോയി ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ. ഈ പിള്ളേരൊക്കെല്ലാം സ്നോ സ്റ്റോമിൽ, സിൽവർ സ്റ്റോമിൽ വന്നതാന്ന് തോന്നുന്നത്. 7 അവിടെ തന്നെയാണോ? ഓപ്പൺ ആയിട്ടില്ലെന്നോ. ആണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളാണ് ഇവിടുത്തെ 2ാമത്തെ ബുക്കിംഗ് ഇന്നത്തെ 6 പേർക്കുള്ളത്. സ്നോ സ്റ്റോമിൽ കയറിയിട്ട് നമ്മളെല്ലാവരും എല്ലാ സാധനങ്ങളും ഇടണാണ്. ഷൂസ്, ഗ്ലൗസ്. ഇതിങ്ങനെ വെറുതെ ഒട്ടിച്ചു വെക്കാനാണോ? സിബില.
അമ്മ അമ്മ എടുത്തു. എടാ എടുക്കുന്നുണ്ട്. ഗ്ലൗസ് ഇടാതെ എടുക്കണോന്ന്. ഇതിലെടുക്ക്. എന്റെ ടച്ചാവണുണ്ടായി നോക്കട്ടെ കേട്ടാ. പോയി റെഡി ആയിക്കോ. എല്ലാവരും അങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഇതെന്താണത്? പെൻഗിനാ? 11 മണിക്കാണ് നമ്മുടെ എൻട്രി എന്നാ പറഞ്ഞത്. എവിടെ പോകണം എല്ലാരും കൂടെ? എന്നെ ഇങ്ങനെയല്ലേ അതെ, പൂക്കി വൈബ്സ്. വീഡിയോ അല്ലേ എടുക്കണത്? നമ്മൾ റെഡിയായി കട്ട പോസ്റ്റിലാണ് ഗൈസ്. നമ്മളൊരു ബാച്ചായിട്ടായിരിക്കുമല്ലോ കയറണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും വന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുന്നു. ബട്ട് നമുക്കിതൊരു വിഷയമല്ല. വർത്താനവും പറഞ്ഞ് കമന്റ്സ് ഒക്കെ പറഞ്ഞിരിക്കണേ. ഇടക്കിടക്ക് കറണ്ട് പോകണം. എന്താ ഞാൻ അതിൻ്റെ അകത്ത് നമ്മളും കറണ്ട് പോകും. ഇതിൻ്റെ അകത്താണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വീണ്ടും ഒരു ഡോറുണ്ട്. അത് തുറക്കുമ്പോഴാണ് ഫ്രീസർ അല്ലേ? നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് കയറാൻ പോണാണ്. നന്നായിട്ട് വെള്ളം കുടിച്ചോ, അല്ലെങ്കിൽ ഉളുക്കും. അതെ, മസിൽ ക്രാംസ് വരും. നമ്മൾ കയറാൻ പോവാണ് ഗൈസ്. ഇനി ഇതിൻ്റെ അകത്ത് വെച്ച് എനിക്കൊന്നും ഇൻസ്ട്രക്ഷൻസ് വരുമോ? ഇല്ല, ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേട്ടായിരുന്നു. സവിൻ എൻ്റെ ക്യാപ്പും കൂടെ ഒന്ന്. എവിടെ പോവാണേ? മണാലി പോവാണോ? അതേടാ തുറക്ക്. ഇത് പോലെ ഉണ്ടല്ലോ. അമ്മക്ക് നെക്സ്റ്റ് വേണോ? വെച്ചോ. എനിക്ക് തലയിൽ എല്ലാം കൂടെ വെക്കാൻ പറ്റുള്ള. അമ്മ കണ്ണിൽ വേണമെങ്കിൽ വെച്ചോ. തണുപ്പുണ്ട് ഗായ്സ്. തൊട്ടോ? തൊടണ്ട, ഇത് ഭയങ്കര ഐസ. മഞ്ഞടുത്ത് എറിയരുത്. പൊളിയാണ്. ആ സൂപ്പർ ആയിട്ടുണ്ട്. ഷൊട്ടുമണി 2 1 2 3 4ാമത്തെ പെൻഗിൻ. എന്താ ഇവിടെ ഗായ്സ്? ഇവിടെ സ്നോഫോളാണ് ഗായ്സ്. ഇനി നമുക്ക് ഡാൻസ് കളിക്കാം. എത്ര ഡാൻസ് കളിക്കാം. ഇനി നേരെ എടുത്തോ. സവിന് പ്രായമായിരിക്കുന്നു. തലയൊക്കെ നരച്ച്. അങ്ങനെ ഗായ്സ്, നമ്മുടെ സ്നോ സ്റ്റോമിന്റെ നമ്മുടെ സ്നോ സ്റ്റോമിന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി പുറത്തേക്ക് പോകാം. ഓക്കെ, യെസ്. ഇഷ്ടപ്പെട്ടോ? അത് ശരി. ദേവനി പഞ്ചായത്തിലേ 4 മിനിറ്റും കൂടെ ഉണ്ടെന്ന്. ഫോൺ കൊണ്ട് ആദ്യം വെയ്യത്ത് വെക്കണ്ടേ? ഫോണിലൊരു മങ്ങല് പോലെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു?
ഇതാണ് അരമണിക്കൂറൊന്നും തികയൂല അങ്ങനെ പറഞ്ഞ കൊച്ച്. എന്നിട്ട് അരമണിക്കൂർ ആവണതിന് മുമ്പ് ചാടി പുറത്തിറങ്ങണമെന്നായിരുന്നു. കൊള്ളാം, നല്ലതായിരുന്നു. ചെറുപ്പക്കിടം എൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു വെജ് സാൻഡ്വിച്ച് വാങ്ങിച്ചു. അടിപൊളി ടേസ്റ്റ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്സ് ഒക്കെ വന്നിട്ട് കൊള്ളാം. കോഫി വാങ്ങി കൊള്ളാം, നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഞാൻ കഴിച്ചതാ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ സാൻഡ്വിച്ച്? നല്ല രസമില്ലേ? മുഖത്തൊക്കെ മൊത്തം ഇപ്പൊ നല്ല തിരക്കായിരുന്നു. വന്നപ്പോ ആകെ 2-3 കാർ ഉണ്ടായുള്ളൂ. ഇപ്പൊ നല്ല തിരക്കായി. പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത അതിരമ്പള്ളിയിലോട്ടാണ് പോകാൻ വേണ്ടി പോണത്. അവിടെ നമ്മുടെ സ്റ്റേയിലോട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.